ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. അങ്ങനെ കല്യാണവും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കിടപ്പിലായി ഗൈസ്. അതിന് ശേഷം ഇപ്പോഴാണ് നമ്മളൊന്ന് പുറത്തിറങ്ങുന്നത്. ഇന്ന് നമ്മളിവിടെ ഒരു Y16 ആണ്, അങ്ങനെ എന്തോ വേണ്ട ഒരു ജാപ്പനീസ് ആൻഡ് കൊറിയൻ കൺവീനിയൻസ് സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് പനമ്പള്ളിയിൽ. അപ്പം പിള്ളേർ എന്തായാലും മറ്റന്നാൾ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പേ അവർക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ വന്നേണ്ട പോകാനായിട്ട് ഇങ്ങനെ ധൃതി പിടിച്ചിരിക്കുകയാണ്. അത് 2 മണി വരെ ഉണ്ട്, രാത്രി 2 മണി വരെ. സോ നമ്മൾ അവിടം വരെ പോയിട്ട് അവിടെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം ഗൈസ്. എനിക്ക് നൂഡിൽസൊക്കെ മറ്റേ ഈ കൊറിയൻ ജാപ്പനീസ് മറ്റേ 7-Eleven പോലെ നമുക്ക് അവിടെ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റും. പിന്നെ ജ്യൂസും എല്ലാം ഉണ്ട്, കൊറിയൻ ജ്യൂസൊക്കെ. എവക്കാണ് ഏറ്റവും കൂടുതൽ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിവേസ് ലെറ്റ്സ് ഗോ ഗൈസ്. പനമ്പള്ളി എത്തിയിട്ട് കാണാം ഗൈസ്, എല്ലാവരും ഉണ്ട്. നമ്മൾ നേരെ പനമ്പള്ളി പോവാണ്. അവിടെ നിന്ന് തന്നെ എന്തെങ്കിലും ഫുഡും കഴിക്കാമെന്നുള്ള പ്ലാനാണ്. മോസ്റ്റ്ലി ലിറ്റിൽ സോയ് ആയിരിക്കും. ലെറ്റ്സ് ഗോ ഗൈസ്. പുതിയ പിങ്ക് ഫോൺ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരെയും ഫോട്ടോ എടുക്കാൻ. മൊത്തം കാറ്റാണല്ലോ ഇവിടെ, കൊടുങ്കാറ്റ്. ഫാനുണ്ടോ ഗൈസ്? പുതിയ പിക്സലിന്റെ ഫോണാണ് ഗൈസ്, അതുകൊണ്ട് അത് പോയി കാണിക്കാറ്. പിക്സൽ ഫാൻസ് അസംബിൾ. കളർ ഭയങ്കര ബാർബി കളർ. ഇറ്റ്സ് എ ബാർബി ഫോൺ. ഇത് ട്രിവാൻഡ്രത്ത് മാത്രം കിട്ടുന്ന ഒരു പലഹാരമാണ്, കൈവീശെന്ന് പറയും. അത് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ, ബട്ട് ഇറ്റ്സ് യമ്മി ഗൈസ്. ഇതിൽ കുറച്ച് പഞ്ചസാര അവിടെ അവിടെ മെൽറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൊള്ളാം ഗൈസ്, നല്ല ടേസ്റ്റ്. ഇവിടെ ഈ കൈവിഷിൻ്റെ അവിടെ പഞ്ചസാര ഉരുക്കി വെച്ചിങ്ങനെ കാണാൻ പറ്റും. ആ ഭാഗം കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. സോ യമി ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ പനമ്പള്ളി നഗറിലോട്ട് പോവുകയാണ്. Y16 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൺവീനിയൻസ് സ്റ്റോർ പോലത്തെ ഒരു സാധനം തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അവിടെ പനമ്പള്ളിയിൽ. അങ്ങോട്ട് പോവുകയാണ്. അവിടെ മൊത്തം ഈ കൊറിയനും ജാപ്പനീസും സാധനങ്ങളാണ് മൊത്തം. സോ ഈ പിള്ളേർക്ക് വേണ്ടി അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനിലിരിക്കുന്നത്. ഫുൾ വെളിച്ചമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ആ സൈഡിലാണ് ഈ Y16 പുതുതായിട്ട് തുടങ്ങിയ ചാവു, പിന്നെന്തോ ചോക്കോച്ചി എന്നൊക്കെ പറഞ്ഞൊരു സാധനം. ഈ ചാവു എന്ന് പറയുന്ന ചൈനീസ് കടയാണ് ഗൈസ്. പക്ഷേ അത് ഇപ്പം എനിക്ക് തോന്നുന്നു അവർ സോഫ്റ്റ് ഓപ്പണിങ് ആയിട്ടില്ല. അവരെ ഫ്രണ്ട്സൊക്കെ മാത്രമേ ഇന്ന് തിന്നുന്നുണ്ട്. അപ്പോൾ അവിടെയും കയറാനില്ല. Y16 ആരും പൂട്ടിയിട്ട് പോയിരിക്കുന്നത്, അതിൻ്റെ അകത്തും ആരുമില്ല. വേറൊരു ദിവസം വരാൻ ഗൈസ്. പിള്ളേർക്ക് മേ ബി നാളെ ടുമോറോ നോക്കാം. ഇല്ലല്ലേ? അപ്പോൾ ഇല്ല ഗൈസ്, നമ്മൾ നേരെ ലിറ്റിൽ സോയിലോട്ട് പോവാം. ഹായ്, ഹൗ ആർ യു? അങ്ങനെ ഗൈസ് നമ്മൾ ലിറ്റിൽ സോയിൽ വന്നിരിക്കുകയാണ് ആഫ്റ്റർ സോ ലോങ്. നമ്മൾ കുറേ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. പുതിയൊരു പാൻ ഫ്രൈഡ് നൂഡിൽസ് വന്നിട്ടുണ്ട്, അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഡംപ്ലിങ്സും സംഭവങ്ങളൊക്കെ സാധനങ്ങൾ വരട്ടെ ഗൈസ്, കഴിച്ചിട്ട് പറയാം. കൊള്ളാവുന്നു. പുതിയ അവരുടെ നൂഡിൽസ് ഒരു മെനു വന്നിട്ടുണ്ട്, സോ അത് ട്രൈ ചെയ്യാൻ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മുടെ പ്രോൺ ഹർഗാവ് വന്നിരിക്കുന്നു. വൺ ഓഫ് ദി ഫസ്റ്റ് ഡിഷ് ലിറ്റിൽ സോയിന്ന് കഴിച്ചത് ഇതാണ്. ഇത് തുടങ്ങിയ സമയത്ത് ലിറ്റിൽ സോയ് അന്നും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഗൈസ്, പ്രോൺ ഹർഗാവ്. ഒരു ചോപ്പ് സ്റ്റിക്കിങ് എല്ലാം ചൈന പൊളിയാണ് ഗൈസ്. റാഡിസൺ ബ്ലൂ, പഴയ ഡ്രീം ഹോട്ടൽ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഡ്രാഗൺ മാക്കി, സാൽമൺ, ക്രിസ്പി സാൽമൺ മാക്കി, പ്രോൺ ഹർഗാവ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓരോന്നായിട്ട് കഴിച്ചു നോക്കാം. നമ്മൾ പ്രോൺ ഹർഗാവ്, ഇത് കുറച്ച് സ്റ്റിക്കിയാണ്, ഞാൻ നല്ല ചൂടാണ്. ഇത് തിന്നു കഴിഞ്ഞാൽ, ഇതിപ്പോൾ എടുത്ത് തിന്നു കഴിഞ്ഞാൽ വാ പൊള്ളും. ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ ഈ ഒരു ചില്ലി സോസും ഈ ഒരു സോസും മിക്സ് ചെയ്യണം ഗൈസ്. എപ്പോഴുള്ള ഹാക്ക് തന്നെ ഗൈസ്. 2 ഓട്ട ഇടുക, ഒരു 2-3 ഓട്ട ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് പോകും. ഇതെടുത്തിട്ട് സോസിൽ നല്ല രീതിയിൽ മാറിനേറ്റ് ചെയ്യുക. കഴിച്ചോക്കാം. ചോറായിട്ട് തന്നെ വാ പൊള്ളാണ്. കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫുള്ള് പ്രോൺസിൻ്റെ ഫില്ലിംഗ് ആണ്. നല്ല ജ്യൂസി പ്രോൺസ്. ഇവളുടെ ക്രിസ്പി സാൽമൺ കഴിച്ചോളാം കഴിച്ചു. ഇത് എത്ര വർഷമായിട്ട് ഞാൻ കാണുന്ന കാര്യമെന്ന് പറയാം. ഉള്ള ഫുഡ് എല്ലായിടത്തും ആവുന്നത്
അതാവും അതെനിക്കറിയാം. ദുഷ്ടബുദ്ധിയാണല്ലോ പണ്ടേ. ഓ നല്ല ടേസ്റ്റ്, സൂഷി അടിപൊളി. ഇതാണ് കേസ് ഇവിടുത്തെ സ്റ്റാർ സൂഷിയാണ്, ഡ്രാഗൺ മാക്കി എന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ദുഡുവിൻ്റെ ആയിരുന്നു, നമ്മളത് എടുത്തു. എന്നാ പാവം കൊച്ചെന്നൊക്കെ വേണ്ട അതുകൊണ്ട് തിന്നണോ? ഇത് ഒരു ഡംപ്ലിംഗ് ആണ്, സ്യൂമൈ ട്രൈ ചെയ്യണം. ഇതാണ് സൂപ്പർ. ഇത് ചിക്കനും ടഫിളും ഒക്കെ വെച്ചിട്ടുള്ള സാധനമാണ് കഴിച്ചു. ഞാൻ കൊള്ളാം, നോക്കട്ടെ കഴിച്ചു. ഓ മൈ ഗോഡ്, നല്ല ചൂടാണ് കഴിച്ചു. ഡംപ്ലിംഗ് ഒക്കെ തണുത്തിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ആ പുള്ളി അത്യാവശ്യം നല്ല ട്രഫിളിൻ്റെ ടേസ്റ്റ് ഉണ്ടായി. ഈ ഒരു സാധനം സൂപ്പറാണ്. പ്രോൺ ഹർഗാവോ, പ്രോൺ ഡംപ്ലിംഗ് ആണ്. വിയറ്റ്നാമീസ് സോൾട്ടഡ് കോഫി. നമ്മൾ വിയറ്റ്നാമിൽ പോയി കുടിച്ചിട്ട് വന്നുകൊണ്ട് കൊള്ളാവോ ഇല്ലെന്നുള്ള പറയാം ഗൈസ്. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് പറയാം വിയറ്റ്നാമിലുള്ള പോലെ കൊള്ളാവോ. ട്രൈ ആൻഡ് ടെൽ മീ ഹൗസ് ഇറ്റ്. അത് കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ്. അത് ഭയങ്കര തണുപ്പ്. അങ്ങനെ വിയറ്റ്നാമിലുള്ള പോലെ ഒന്നും ആയിരിക്കില്ല, ഇത് എവരുടെ വെർഷനാണ്. ശരി, വെറൈറ്റി ടേസ്റ്റ്. ആ അപ്പോൾ വിയറ്റ്നാമിൽ പോയി കുടിച്ചവരുടെ നിന്ന് കിട്ടില്ല, നോട്ട് ഈവൻ ക്ലോസം. അപ്പോൾ എന്തായാലും അത് ഫ്ലോപ്പായി, ഞാൻ കുടിച്ചോളാം. ഫ്രൈഡ് റൈസ് ഇത് വേറെ, ഇത് സാധാ. ഇത് നല്ലതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഓർഡർ ചെയ്ത് കഴിക്കുന്നതാണ്, നല്ല ടേസ്റ്റാണ്. ഇത് ചില്ലി ഫിഷും കൂടെ പറഞ്ഞു നോക്കാം. ഞാൻ ഓർഡർ ചെയ്ത് എന്തോ പാൻ ഫ്രൈഡ് നൂഡിൽസ്, ഒരു പുതിയ നൂഡിൽ മെനുവിലുള്ളതാണ്. സാധനം കൊള്ളാം, ഒരു വെറൈറ്റി ടേസ്റ്റ്. ക്രിസ്പി നൂഡിൽസും അങ്ങനെ പുറത്തോടെ ഒരു ഗ്രേവി വെച്ചിട്ടുണ്ട്. സോസ് ഇഷ്ടപ്പെടും, കൊള്ളാം, നോട്ട് ബാഡ്. ഫുൾ വെജിറ്റബിൾസ് ആണ് ഇതിൻ്റെ അകത്ത്. അത് ടോഫു ആണ്, ഇത് ടോഫു ആണെന്നാണ്. ടോഫു വെച്ചാൽ അതിൽ സോസി മുക്കി കഴിച്ചില്ലെങ്കിൽ ഒരു ഫ്ലേവറും കാണില്ല. കൊള്ളാം ഗൈസ്, കഴിച്ചിട്ട് വരാം. അങ്ങനെ ഗൈസ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയൊരു കൊച്ചു ബ്ലോഗാണ് ഗൈസ്. അധികം പരിപാടിയൊന്നും ഇല്ല. നമ്മൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ Y69 മാർട്ടി പോകാനായിരുന്നു. അപ്പോൾ അത് നടക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ഡിന്നർ ബ്ലോഗായി മാറിയിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ ഗൈസ്. ഇവിടെ നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. ബൈ ഗൈസ്. വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങട്ടെ. നാളെ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഉള്ളതാണ്, അത് കാണാൻ പോകണം. അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണാം ഗൈസ്. ബൈ.